സ്ക്രീൻ കാണാലോ അല്ലേ? കാണുന്നുണ്ട് മിസ്. നമ്മൾ കഴിഞ്ഞ ദിവസം മൊഡ്യൂൾ 4 തുടങ്ങിയായിരുന്നു. അപ്പം അതില് ലോഡർ എന്താന്ന് കണ്ടു. ലോഡറിന്റെ 2 ടൈപ്പ് നമ്മൾ കണ്ടു, അബ്സല്യൂട്ട് ലോഡറും ബൂട്ട്സ്ട്രാപ്പ് ലോഡറും. ഇനി നമ്മൾ കാണാൻ പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ റീലൊക്കേറ്റിംഗ് ലോഡർ ആണ്. റീലൊക്കേറ്റിംഗ് ലോഡറിൽ നമ്മൾ 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് യൂസിങ് മോഡിഫിക്കേഷൻ റെക്കോർഡ്, അത് നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് റീലൊക്കേഷൻ ബിറ്റ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇനി റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഏത് ഇൻസ്ട്രക്ഷനാണ് റീലൊക്കേറ്റ് ചെയ്യേണ്ടത്, ആ ഇൻസ്ട്രക്ഷനെ അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു ബിറ്റ് അസോസിയേറ്റ് ചെയ്യും. ആ ബിറ്റിന് പറയുന്ന പേരാണ് റീലൊക്കേഷൻ ബിറ്റ്. ഇനി റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിറ്റാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ബിറ്റിന്റെ വാല്യൂ 1 or 0 അതാണ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യും. ബിറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തണ്ട. പക്ഷെ ബിറ്റിന്റെ വാല്യൂ 1 ആണ്, മോഡിഫിക്കേഷൻ വരുത്തണം. അപ്പൊ അത് നമ്മളൊരു ബിറ്റ് മാസ്ക് പോലെ കാൽക്കുലേറ്റ് ചെയ്തിടും. അപ്പം നമ്മുടെ മോഡിഫിക്കേഷൻ റെക്കോർഡില് മോഡിഫിക്കേഷൻ 0 ആണ്, നോ മോഡിഫിക്കേഷൻ. ഇത് സിമ്പിൾ മെഷീൻസിനാണ് നമ്മൾ ഈ സെക്കൻഡ് മെത്തേഡ് റീലൊക്കേഷൻ ബിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ. 1 ആണ് മോഡിഫിക്കേഷൻ നീഡഡ് എന്നുള്ളതാണ് അർത്ഥം ബിറ്റിന്റെ വാല്യൂ. നമ്മൾ ഈ പറയുന്ന റീലൊക്കേഷൻ ബിറ്റ് നമ്മളൊരു 12 ബിറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക ടെക്സ്റ്റ് റെക്കോർഡിൽ. അപ്പം അതില് കോളം 10 to 12 ആണ് ഈ റീലൊക്കേഷൻ ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹെഡർ റെക്കോർഡ് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ കണ്ടതാണ്. ഹെഡർ റെക്കോർഡ്, ഇവിടെ പ്രോഗ്രാം നെയിം ആയിരിക്കും, ഇവിടെ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്, ഇവിടെ പ്രോഗ്രാം ലെങ്ത്. പിന്നെ ഈ ടെക്സ്റ്റ് റെക്കോർഡിലാണ് നമ്മൾ ഈ റീലൊക്കേഷൻ ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ടി എന്ന് പറയുന്നത് ടെക്സ്റ്റ് റെക്കോർഡിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇത് മെമ്മറി അഡ്രസ് ആണ്. ഇത് ലെങ്ത് ഓഫ് ദി ഈ ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ലൈൻസ് ഓഫ് കോഡിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ നമ്മൾ പറയുക. ഈ ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം ഒബ്ജക്ട് കോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന റീലൊക്കേഷൻ ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതൊരു 12 ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പം FF എന്ന് പറയുന്നത് 4 1 ആണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് F എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷന് ഫസ്റ്റ് ബിറ്റ് 1 ആണ് FFന്റെ കേസില്. ആ 1 എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ഈ ഒരു ഒബ്ജക്ട് കോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് Fന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം ഫസ്റ്റ് Fല് രണ്ടാമത്തെ ബിറ്റ് എന്ന് പറയുന്നതും 1 ആണ്. ആ 1 എന്ന് പറയുന്ന ഈ ഒബ്ജക്ട് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ 4 F എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ 4 ബിറ്റും 1 ആണ്. അത് ഈ 4 ഒബ്ജക്ട് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി ഇപ്പൊ ഈ 00 എന്നുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ 3 ഒബ്ജക്ട് കോഡിന് ഈ എന്ന് പറയുന്നത് എത്രയാ? 1110 അല്ലേ ഈയുടെ വാല്യൂ? അപ്പം 11ല് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതിന് പോവും, സെക്കൻഡ് 1 എന്ന് പറയുന്നത് ഇതിന് പോവും, തേർഡ് 1 ഇതിന് പോവും അല്ലേ? അപ്പൊ ആദ്യത്തെ 3 ഒബ്ജക്ട് കോഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യണ്ടേ? മോഡിഫൈ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ഫസ്റ്റ് 3 റെക്കോർഡ്സ്. ബാക്കിയെല്ലാം സീറോസ് അല്ലേ? അപ്പൊ റെസ്റ്റ് ഓഫ് ദി ഒബ്ജക്ട് കോഡിന് മോഡിഫിക്കേഷൻ വരുത്തണ്ട.
ഇതാണ് റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഇത് നമ്മൾ സിമ്പിൾ മെഷീൻസിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഈ മെത്തേഡ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാം ലിങ്കിങ്. അപ്പം ടൈപ്സ് ഓഫ് ലോഡേഴ്സ് പഠിച്ചപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാം ലിങ്കിങ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രോഗ്രാം ലിങ്കിങ്ങില് ലിങ്കർ എന്തായിരുന്നു യൂസ് ചെയ്യുന്നത്? ഡിഫറെന്റ് പ്രോഗ്രാം ലിങ്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ ഹെഡർ ഫയൽസ് ഒക്കെ ലിങ്ക് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ നമ്മള് കൺട്രോൾ സെക്ഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? കൺട്രോൾ സെക്ഷൻ പഠിച്ചായിരുന്നു നമ്മള്. അറിയായില്ലായിരുന്നു. തേർഡ് മൊഡ്യൂളില് നമ്മള് ഈ പറയുന്ന അസംബ്ലർ ഡയറക്ടീവ്സ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഡി റെക്കോർഡ്, റെഫർ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ അവിടോട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഒന്നും കൂടി ഒന്ന് പറയുന്നുണ്ട്. ഈ പ്രോഗ്രാം ലിങ്കിങ്ങില് നമുക്ക് നമ്മൾ ഈ കൺട്രോൾ സെക്ഷൻ പറഞ്ഞ സമയത്ത് ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ടാവും, 2 സബ് റുട്ടീനും പറഞ്ഞില്ലേ? ഇൻഡിപെൻഡന്റ് കോഡിന് ആ സബ് റുട്ടീൻസിനെയാണ് നമ്മൾ കൺട്രോൾ സെക്ഷൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ കൺട്രോൾ സെക്ഷനിൽ നമ്മൾ ചില ലേബൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആ കൺട്രോൾ സെക്ഷനിൽ ഉണ്ടാവില്ല, പുറത്ത് ഏതെങ്കിലും ഒരു ഫയലിലായിരിക്കും. അങ്ങനെയുള്ള ലേബൽസിനെ എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ് ഇത്. എക്സ്റ്റേണൽ സിംബൽസിനെ റെഫർ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ് extref. ഇനി extdf എന്ന് പറയുന്നത് ചില ലേബൽസിന്റെ എന്താന്നുള്ള ഡെഫിനിഷൻ നമുക്കൊരു കൺട്രോൾ സെക്ഷനിൽ ഉണ്ടെങ്കിൽ ആ പറയുന്ന ലേബൽസ് എല്ലാം വേറെ ഏതെങ്കിലും ഫയലിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ സിംബിൾസിന്റെ ഏതൊക്കെ ഡെഫിനിഷനാണ് ഈ ഫയലിലുള്ളതെന്നാണ്. അങ്ങനെയുള്ള ഏതൊക്കെ ലേബൽസ് ഉണ്ടോ ആ ലേബൽസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഈ അസംബ്ലർ ഡയറക്റ്റീവ്. ഹോൾഡ് ചെയ്യേ. ഹലോ. നമ്മള് അപ്പം ഇതാണ്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡിലോട്ട് വരാം. കണ്ടോ, ഒരു പ്രോഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് 0 കൊടുത്തു. 0 എന്നുള്ള മെമ്മറി അഡ്രസ്സ്. അപ്പൊ പ്രോഗ്രാമില് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതായിരിക്കും കൊടുക്കുക. സ്റ്റാർട്ട് ഡയറക്റ്റീവ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ് പറയുന്നത്. അപ്പൊ ഇവിടെ extdf എന്ന് പറയുന്നത് ലിസ്റ്റ് എന്ന് കണ്ടോ? വേരിയബിൾസ്, അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കണ്ടല്ലോ. ഈ പറയുന്ന ലേബിൾസ് കണ്ടോ? അതിന്റെ ഡെഫിനിഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ കോളത്തിലുണ്ടോ? ഈ അഡ്രസ് കഴിഞ്ഞുള്ള കോളം
പ്രോഗ്രാം എ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇതെല്ലാം എക്സ്റ്റേണൽ സിമ്പിൾസ് ആണ്, പക്ഷെ ഇതിന് ഡെഫിനിഷൻ ഈ പ്രോഗ്രാമിൽ ഇല്ല. പക്ഷെ ഇതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇവിടെ ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടോ? ലിസ്റ്റ് സി, എൻഡ് സി, കണ്ടില്ലേ? അപ്പം ഈ പറയുന്ന ലേബിൾസ് എന്താന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ ഇവിടെ ഈ പ്രോഗ്രാമിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം? അതിനു വേണ്ടി നമ്മളെ ഈ പറയുന്ന ഡെഫിനിഷനുള്ള പ്രോഗ്രാം ലിങ്ക് ചെയ്യണ്ടേ? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന എക്സ്റ്റേണൽ ഡിഫൈൻഡ് റെക്കോർഡാണ് നമ്മൾ EXT ഡെഫിനിഷൻ പറയുമ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഡിഫൈൻഡ് റെക്കോർഡ്. അപ്പൊ അതിന്റെ ഒബ്ജക്ട് കോഡ് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. പ്രോഗ്രാം എയുടെ ഒബ്ജക്ട് കോഡ് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ? ഹെഡർ റെക്കോർഡ് കഴിഞ്ഞ് ഡിഫൈനും റെഫർ എന്ന് പറഞ്ഞ 2 റെക്കോർഡ്സ് പറഞ്ഞിട്ട് ലിസ്റ്റേയും എന്റെയും അല്ലായിരുന്നോ ഡെഫിനിഷനുള്ള സിമ്പിൾസ്? അതിന്റെ മെമ്മറി അഡ്രസ്സുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റയുടെ 040 അല്ലേ, എന്റെ 054. കണ്ടോ? അതുപോലെ റെഫർ റെക്കോർഡ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഇവിടെ ലിസ്റ്റ് ബി, എൻഡ് ബി, ലിസ്റ്റ് സി, എൻഡ് സി എന്നല്ലേ ലേബിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് റെഫർ റെക്കോർഡിൽ ആ സിമ്പിൾസ് എല്ലാം ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടോ? ആ അസംബ്ലർ ഡയറക്ടറീസിന് വേണ്ടിയുള്ളതാണ് ഈ ഡിഫൈനും റെഫർ റെക്കോർഡും. ഇനി പ്രോഗ്രാം ലിങ്കിങ്ങിൽ നമ്മൾ ഈ പറയുന്ന റെഫർ റെക്കോർഡ്സ് ഇതൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 2 അസംബ്ലർ ഡയറക്ടറീസ് കണ്ടു. ഇനി ഈ പറയുന്ന സിമ്പിൾസിന്റെ ഡെഫിനിഷൻ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ പറയുന്ന ലിസ്റ്റ് ബി, എൻഡ് ബി ഒക്കെ ലേബിൾസ് ഡിഫൈൻഡ് ആയിട്ടുള്ള വേറൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളത് പ്രോഗ്രാം ബിയിലാണ്. കണ്ടോ ഡെഫിനിഷൻ ഇരിക്കുന്ന? കണ്ടോ? ഇനി ലിസ്റ്റ് സി, എൻഡ് സിയുടെ ഡെഫിനിഷൻ ഇരിക്കുന്നത് അതിവിടെ റിപ്പീറ്റ് ചെയ്താണ്. ആ സ്ലൈഡ് പ്രോഗ്രാം സിയുടെ അകത്താണ്. ഞാൻ വേറൊരു നോട്ട് കാണിക്കാവേ. പ്രോഗ്രാം എ കണ്ടു, പ്രോഗ്രാം സി കണ്ടോ? ലിസ്റ്റ് സി, എൻഡ് സി. ആ സ്ലൈഡിൽ ആ എക്സാമ്പിൾ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വേറെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പറയുന്ന ലേബിൾസിന്റെ എങ്ങനെയാണ് ഡെഫിനിഷൻ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ പറയുന്ന എല്ലാ പ്രോഗ്രാമും 0th അഡ്രസ്സിലല്ലേ കൊടുത്തിരിക്കുന്നേ, സ്റ്റാർട്ടിങ് അഡ്രസ്. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം എല്ലാം എന്ത് ചെയ്യാം? റീലൊക്കേറ്റ് ചെയ്യാം നമുക്ക് കിട്ടുന്ന മെമ്മറി അഡ്രസ്സിനനുസരിച്ച്, അല്ലേ? അപ്പം നമ്മള് ഈ പ്രോഗ്രാം എല്ലാം ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ പോവാണേ. പ്രോഗ്രാം റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാം എയിലെ പറഞ്ഞ എക്സ്റ്റേണലി റെഫർ ചെയ്യുന്ന ഈ സിമ്പിൾസ്
ലിസ്റ്റ് ബിയും എൻഡ് ബി, ലിസ്റ്റ് സി, എൻ സിയുടെ ഡെഫിനിഷൻ എല്ലാം പ്രോഗ്രാം ബിയിലും പ്രോഗ്രാം സിയിലും ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഈ 3 പ്രോഗ്രാമും ഒരുമിച്ച് ഉപയോഗിക്കണ്ടേ? ഒരുമിച്ച് ലിങ്ക് ചെയ്യണം, വേണല്ലോ. അപ്പൊ നമ്മള് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പോവാം. പ്രോഗ്രാമെ ആദ്യം സ്റ്റോർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് പ്രോഗ്രാം ബി സ്റ്റോർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് പ്രോഗ്രാം സി. ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ ഫയലിൽ അടുത്തടുത്തായിട്ട് ഈ പറയുന്ന പ്രോഗ്രാംസുകൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡെഫിനിഷൻസ് എല്ലാം, എക്സ്റ്റേണൽ സിമ്പിൾസിന് ഡെഫിനിഷൻ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ലോഡ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്കൊരു അഡ്രസ്സ് കിട്ടുന്നു. സപ്പോസ് ഇറ്റ് ഈസ് 4000 എന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നത് പ്രോഗ്രാം എ അല്ലേ? അപ്പം ഫസ്റ്റ് ലൈൻ എവിടെ പോവും? 4000 എന്ന് പറയുന്ന അഡ്രസ്സ് കിട്ടിയ ഈ പറയുന്ന പ്രോഗ്രാം എയിലെ ഫസ്റ്റ് ലൈൻ എവിടെ സ്റ്റോർ ചെയ്യാ? 4000 അല്ലേ? ഇനി അടുത്ത ആ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എവിടെ സ്റ്റോർ ചെയ്യും? 4003-ലല്ലേ? ഈ ഒരു ഇൻസ്ട്രക്ഷനോ REF1-ഓ 4020-ലല്ലേ? റെഫറൻസ് 2-ഓ 4023. അപ്പൊ ലിസ്റ്റ് എ എവിടെ ആയിരിക്കും കിടക്കുക? 4040 അല്ലേ? ഇനി എൻഡ് എയോ? 4054 അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ താഴെ ആ റെഫർ 4 എന്ന് പറയുന്ന ഒരു ലേബിൾ കണ്ടോ? അത് നമ്മൾ വേർഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ഇന്റിജർ വാല്യൂ ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അത് കിട്ടുന്നത് ഒരു ഫോർമുല വെച്ചാണ്. ആ ഫോർമുലയിൽ ഏതൊക്കെ ലേബിൾസ് യൂസ് ചെയ്തിരിക്കുന്നത്? എൻഡ് ഉണ്ട്, ലിസ്റ്റ് എ ഉണ്ട്, ലിസ്റ്റ് സി ഉണ്ട് അല്ലേ? അപ്പം എൻഡ് എന്താന്ന് നമുക്ക് ഡെഫിനിഷൻ അറിയാം. എത്രയാ? 54. ലിസ്റ്റ് എ 40. EQ സ്റ്റാർ എന്ന് പറഞ്ഞാല് EQ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ EQ കഴിഞ്ഞ് എന്ത് പറയുന്ന അതായിരിക്കും ലിസ്റ്റ് എ എന്ന് പറയുന്നതിന്റെ വാല്യൂ. EQ കഴിഞ്ഞിട്ട് സ്റ്റാർ ഇട്ടാൽ കറന്റ് ലൊക്കേഷൻ കൗണ്ടറുടെ വാല്യൂ എന്തോ അതായിരിക്കും ആ ലേബലിന് അസൈൻ ചെയ്യാം. അതുകൊണ്ടാണ് ലിസ്റ്റ് എയുടെ വാല്യൂ 40 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എൻഡ് എയുടെ വാല്യൂ എന്താണ്? EQ സ്റ്റാർ ആണ്. അപ്പൊ എൻഡ് എയുടെ കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 54 ആണ്. അപ്പം എൻഡ് എയുടെ വാല്യൂ 54 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എൻഡ് എ മൈനസ് ലിസ്റ്റ് എ എത്രയാ? 54 മൈനസ് 14 അല്ലേ? ഇനി അതിലോട്ട് ലിസ്റ്റ് സി ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ലിസ്റ്റ് സിയുടെ ഡെഫിനിഷൻ ഇവിടെ ഇല്ല, പ്രോഗ്രാം എയിലില്ല. അപ്പം എൻഡ് എ മൈനസ് ലിസ്റ്റ് എ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ? അപ്പം നമുക്ക് ഈ പറയുന്ന വാല്യൂലോട്ട് ലിസ്റ്റ് സി കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പൊ കിട്ടിയ അഡ്രസ്സ് ഞാൻ പറഞ്ഞു 4000 എന്നാന്ന് പറഞ്ഞു. അപ്പൊ ആ 4000 എന്ന് പറയുന്ന അഡ്രസ്സ് അസൈൻ ചെയ്യുമ്പം പ്രോഗ്രാം എ 4000-ലോട്ട് പോകുന്നു. ഇനി പ്രോഗ്രാം ബി എന്ന് പറയുന്നതിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം എയുടെ ലെങ്ത് എത്രയാണോ ആ പ്രോഗ്രാം എയിലെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്പേസിലായിരിക്കും പ്രോഗ്രാം ബിയിലെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുക. അപ്പൊ അതനുസരിച്ച് ഇപ്പം പ്രോഗ്രാം എ 4000 സ്റ്റോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം എയുടെ ലെങ്ത് ആണ് 63. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം ബി എവിടെ വരും? 4000 + 63 കൊടുത്ത അടുത്ത പ്രീ ലൊക്കേഷൻ കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? അടുത്തടുത്ത ഒറ്റ സിംഗിൾ ഫയലിലാകുമ്പോ നമ്മൾ ഇങ്ങനെയല്ലേ സ്റ്റോർ ചെയ്യുള്ളൂ. ഇനി 4063-ൽ പ്രോഗ്രാം ബി ആണെങ്കിൽ ഇതിലോട്ട് ബിയുടെ ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടത്തില്ലേ? പ്രോഗ്രാം സി. അപ്പം
നമ്മൾ ഇത് എല്ലാം കൂടി ഒരുമിച്ചൊരു ഫയലിലാക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ പറയുന്ന പ്രോഗ്രാമുകൾ കിടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പം ലിസ്റ്റ് സിയുടെ വാല്യൂ എങ്ങനെ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അപ്പം നമ്മൾ ആ പറഞ്ഞ റെഫറൻസിന്റെ REF4 എന്ന് പറയുന്ന ഒരു ലേബിൾ പറഞ്ഞില്ലേ, അതില് എന്റെ മൈനസ് ലിസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇനി ലിസ്റ്റ് സിയുടെ വാല്യൂ എങ്ങനെ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ പറയുന്നിടത്തോട്ട് ലിസ്റ്റ് സിയുടെ വാല്യൂ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ലോഡ് ചെയ്ത് വരുമ്പോ പ്രോഗ്രാം സിയിൽ എത്രയാ വാല്യൂ, ഇതല്ലേ അഡ്രസ്, പ്രോഗ്രാം സിയുടെ അഡ്രസ് ഈ വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം സിയില് ഈ ലിസ്റ്റ് സി എവിടെ കിടക്കുന്നത്, ഇവിടെ അല്ലേ, 30 അല്ലേ വാല്യൂ. 30 ആവുമ്പം 30 എന്ന് പറയുന്നത് ലോഡ് ചെയ്ത് വരുമ്പോ എവിടെ ആയിരിക്കും കിടക്കുക, പ്രോഗ്രാം സിയുടെ വാല്യൂ ആയിരുന്നു. പ്രോഗ്രാം സിയുടെ വാല്യൂ 4000 അല്ലേ, പ്ലസ് 30 ചെയ്യുമ്പോഴല്ലേ കറക്റ്റ് ആ ലൊക്കേഷൻ കിട്ടുക. അതാണ് ഈ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ 4000 ഒരു മിനിറ്റ്, 30 ആണ് ലിസ്റ്റ് സി കിടക്കുന്നത്. ഇനി നമ്മുടെ അഡ്രസ് 40E2 ആണ് പ്രോഗ്രാം സി. അപ്പൊ ലിസ്റ്റ് സി ഇരിക്കുന്നത് എവിടാന്ന് നോക്കാം. ഹെക്സാഡെസിമൽ അഡീഷൻ ചെയ്ത് കാണിക്കാനാണ്. ഹെക്സാഡെസിമൽ അത് കിട്ടുന്ന ഒന്ന് കാണിക്കാൻ വേണ്ടിയേ ഉള്ളൂ. ഇവിടെ 40E2 പ്ലസ് ചെയ്യുമ്പം 0030 4112 കണ്ടോ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത് കണ്ടോ. അത് ഈ 14ലോട്ട് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് ലിസ്റ്റ് സി. അപ്പൊ 14ലോട്ട് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ 4126 കണ്ടോ, അതാണ് ഈ കിട്ടിയത് കണ്ടോ. ഇങ്ങനെ ആയിരിക്കും ആഡ് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലേബിൾസിന്റെ ഒക്കെ നമുക്ക് വാല്യൂ കിട്ടുന്ന ഇതുപോലെ ആയിരിക്കും. ക്ലിയർ ആയോ? അത് ഞാനൊരു സാമ്പിൾ എടുത്തേ ഉള്ളൂ. കണ്ടോ, മെമ്മറിയിൽ ഇങ്ങനെ ആയിരിക്കും. പ്രോഗ്രാം എ കഴിഞ്ഞ് പ്രോഗ്രാം ബി, അത് കഴിഞ്ഞ് പ്രോഗ്രാം സി, ഇങ്ങനെ ആയിരിക്കും മെമ്മറിയിൽ നമ്മൾ കിടക്കുക കേട്ടോ. സ്ട്രക്ചറിൽ അതില് 4060 വരെ ആയിരുന്നു. 63-ലായിരിക്കും പ്രോഗ്രാം ബി. 40E2-ന്നാണ് പ്രോഗ്രാം സി തുടങ്ങുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ അൽഗോരിതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ആഡിങ് ഒക്കെ നടത്തിയില്ലേ, ഈ പറയുന്ന ഇതിന്റെ അൽഗോരിതം ഉണ്ട്. ഇതിന് 2 പാസസ് ഉണ്ട്, പാസ് 1 പാസ് 2 എന്ന്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ആണ് എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ എന്ന് പറയും. ഈ ലിങ്കിങ് ലോഡറിന് യൂസ് ചെയ്യുന്നതാണ്. പ്രോഗ്രാം ലിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലിങ്കിങ് ലോഡർ. അപ്പം അതിന്റെ അൽഗോരിതമാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്.
അപ്പൊ ഈ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ ആണ് ഈ പറഞ്ഞത്. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, പ്രോഗ്രാം എ എന്ന് പറയുന്നത് 4000, ലിസ്റ്റേയും എന്റെയും ആ ലേബലുകളുടെ ഡെഫിനിഷൻ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് പ്രോഗ്രാം പി, അതും ഒരു എക്സ്റ്റേണൽ നെയിം ആണ്, അതിന്റെ അഡ്രസ്സ്, അതിന്റെ പ്രോഗ്രാം ലെങ്ത്, ഇനി അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സിമ്പിൾസിന്റെ ഡെഫിനിഷൻ എവിടാണ് അതിന്റെ വാല്യൂ, അഡ്രസ്സ്, പ്രോഗ്രാം സി അതിന്റെ മെമ്മറി അഡ്രസ്സ്, അതിന്റെ ലെങ്ത്, അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സിമ്പിൾസിന്റെ അഡ്രസ്സുകൾ. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടേബിള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് പാസ് 1ലും പാസ് 2ലും. പാസ് 1ല് നമ്മൾ ഈ അഡ്രസ്സുകളെല്ലാം സെറ്റപ്പ് ചെയ്യും. പാസ് 2ലാണ് നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ ഇല്ലേ, ഇവിടെ ഈ അറിയാൻ മേലാത്ത ലേബലിന്റെ വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഇതാണ് പാസ് 2ല് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പാസ് 1ല് അസൈൻ അഡ്രസ്സസ് ടു ഓൾ എക്സ്റ്റേണൽ സിമ്പിൾസ്. എക്സ്റ്റേണൽ സിമ്പിൾസ് എന്ന് പറയുന്നത് റെഫർ റെക്കോർഡില് അല്ലെങ്കിൽ EXT REFല് പറയുന്ന കാര്യങ്ങൾ. EXT REFല് പറയുന്നതാണ് എക്സ്റ്റേണൽ സിമ്പിൾസ്. അപ്പൊ ആ പറയുന്ന സിമ്പിൾസിന്റെ ഡെഫിനിഷൻ, അതിന്റെ അഡ്രസ്സുകൾ അസൈൻ ചെയ്യുന്നത് പാസ് 1 അൽഗോരിതത്തില്. പാസ് 2ലാണ് നമ്മുടെ ആക്ച്വൽ ലോഡിങ്ങും റീലൊക്കേറ്റിങ്ങും ലിങ്കിങ്ങും. അപ്പൊ നമുക്ക് ഇതിന്റെ അൽഗോരിതത്തിലോട്ട് പോകാം. അൽഗോരിതം പറഞ്ഞോട്ടെ? ഹലോ. ഇനി ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന പാസ് 1 അൽഗോരിതം. പാസ് 1 അൽഗോരിതത്തില് വേറെ 1-2 ഡേറ്റ വേരിയബിൾസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ, അതായത് ESTAB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെയിൻ ഡേറ്റ സ്ട്രക്ചർ. അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ കുറച്ച് അഡീഷണൽ വേരിയബിൾസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേരിയബിൾസ് എല്ലാം നമ്മൾ ഈ അൽഗോരിതത്തിൽ കാണും. അപ്പം ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് പ്രോഗ്രാം അഡ്രസ്. അതെന്ന് പറയുന്നത് നമുക്ക് ലോഡ് ചെയ്യാനുള്ള അഡ്രസ്സ് നമുക്ക് OSന് കിട്ടുന്നതാണ് ഈ പ്രോഗ്രാം അഡ്രസ് എന്ന് പറയുന്നത്. ഇനി CSA അഡ്രസ് എന്ന് പറഞ്ഞാൽ CSA എന്ന് പറയുന്നത് കൺട്രോൾ സെക്ഷൻ. കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് ഏതാണ്? ഇനി ആ പറയുന്ന കൺട്രോൾ സെക്ഷന്റെ ലെങ്ത് എത്രയാണ്, അതായത് ടോട്ടൽ ലൈൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എത്രയാന്നുള്ളതാണ് ആ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ESTAB. ഇനി നമ്മൾ പാസ് 1 അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാസ് 1 അൽഗോരിതത്തിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഡിഫൈൻഡ് റെക്കോർഡാണ്. കാരണം ഡിഫൈൻഡ് റെക്കോർഡിലാണ് നമ്മുടെ ഡെഫിനിഷൻ, ഏതൊക്കെ സിമ്പിൾസിന്റെ ഡെഫിനിഷൻ ആണ് ഉള്ളതെന്ന് പറയുന്നത്. നമുക്ക് ഈ സിമ്പിൾസിന്റെ അഡ്രസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പാസ് 1 അൽഗോരിതത്തിൽ പ്രോസസ്സ് ചെയ്യുക ഡിഫൈൻഡ് റെക്കോർഡ്. ഇനി ആ ഡിഫൈൻഡ് റെക്കോർഡ് എങ്ങനെയാ യൂസ് ചെയ്യുന്നുള്ളത് അൽഗോരിതത്തിൽ നമുക്ക് കാണാം. ഇതാണ് അൽഗോരിതം. വായിക്കാമോ? കുഴപ്പമില്ല സാറേ, എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ തോന്നുന്നു, എത്ര മതി. ക്ലിയർ ആണോ നോക്കട്ടെ. ഇതും കണക്കാ അല്ലേ? ഇത് കുഴപ്പമില്ല. അല്ല മറ്റേതാ അത് പറഞ്ഞ മിസ്, കുഴപ്പമില്ല, പറയുമ്പോ ക്ലിയർ ആയി. മറ്റേതല്ലേ ഭേദം? മറ്റേതാ. ഇതല്ലേ നല്ലത്? ഇത് മതി. അല്ല, പറയുമ്പോ ക്ലിയർ ആയിക്കോ. ഇത് കുഴപ്പമില്ല. അതാണോ ഇത് മതി. ഇത് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ, സൂം ചെയ്ത പ്രശ്നമില്ല. പ്രശ്നമില്ല. ഒരുപാട് ഇച്ചിരി വലുതായി പോയി തോന്നുന്നു തുടക്കത്തില്. ഓക്കെ ഞാൻ ഇച്ചിരി ചെറുതാക്കാം, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സൂം ചെയ്തേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല. കുഴപ്പമില്ല. അല്ല, ഇത് മതിയോ? മതി. ഇനി നമ്മള് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രോഗ്രാം അഡ്രസ് OSന് കിട്ടുക. അതായത് നമുക്ക് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒബ്റ്റെയിൻ ചെയ്യണം. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം അഡ്രസ് എന്ന് പറയുന്ന വേരിയബിളിലാണ്.
ഈ വേരിയബിളിൽ നിന്ന് ഈ വേരിയബിളിലോട്ട് നമ്മൾ OSC എന്നുള്ള അഡ്രസ്സ് എടുത്തിരുന്നു. ഇനി നമുക്ക് ഇവിടെ 3 പ്രോഗ്രാംസ് അല്ലേ നമ്മൾ എക്സാമ്പിൾ കണ്ടത്. ആദ്യം ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം എ, രണ്ടാമത്തേത് പ്രോഗ്രാം ബി, മൂന്നാമത്തേത് പ്രോഗ്രാം സി. ഈ 3 എണ്ണവും ഓരോ കൺട്രോൾ സെക്ഷനാണ്. അപ്പം ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ ആണല്ലോ ആദ്യം നമ്മൾ ലോഡ് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നതും ആ ലോഡിങ് അഡ്രസ് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ. പ്രോഗ്രാം എയുടെ അഡ്രസ് തന്നെയല്ലേ അതിന്റെ ലോഡിങ് അഡ്രസ്സും. അതുകൊണ്ട് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് വിൽ ബി സെറ്റ് ടു പ്രോഗ്രാം അഡ്രസ് ഫോർ ദി ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ. ക്ലിയർ ആയോ? പ്രോഗ്രാം ബിയും പ്രോഗ്രാം സിയുടെയും അഡ്രസ് മാറും. ഫസ്റ്റ് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് തന്നെയായിരിക്കും പ്രോഗ്രാം അഡ്രസ് എന്നും കൺട്രോൾ സെക്ഷൻ അഡ്രസ് എന്നും പറയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഗ്രാം അഡ്രസ് ഇസ് അസൈൻ ടു CSA അഡ്രസ്. ക്ലിയർ ആയോ ഈ സ്റ്റെപ്പ്? ഹലോ. ഇനി നമ്മള് ഇൻപുട്ടിന്റെ എൻഡ് തീരുന്നിടം വരെയാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ പ്രോസസ് ചെയ്യുന്നത് ഹെഡർ റെക്കോർഡ്. നമ്മൾ എപ്പോഴും ഒബ്ജക്ട് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹെഡർ റെക്കോർഡ് അല്ലേ. അപ്പൊ ആ ഹെഡർ റെക്കോർഡിൽ നിന്ന് കൺട്രോൾ സെക്ഷന്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നു. ഹെഡർ റെക്കോർഡിൽ പ്രോഗ്രാം ലെങ്ത് ഉണ്ടാവില്ലേ? ഹലോ. ആ പ്രോഗ്രാം ലെങ്ത് നമ്മള് CSL TH എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷൻ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മള് ഈ ആദ്യം കാണുന്നത് ഇത് പ്രോഗ്രാം എയുടെ അഡ്രസ് ആണ്. അപ്പൊ ഇതില് ഹെഡർ റെക്കോർഡിൽ ഈ പറയുന്നതാണ് പ്രോഗ്രാം ലെങ്ത്. അപ്പം ഈ പറയുന്ന വാല്യൂ നമ്മൾ കൺട്രോൾ സെക്ഷൻ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. അതായത് പ്രോഗ്രാം എയുടെ എൻഡ് വരെയുള്ള ലെങ്ത് അല്ലേ? എയുടെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ലെങ്ത് എടുത്ത് കൺട്രോൾ സെക്ഷൻ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ 3 വേരിയബിൾസിന്റെ വാല്യൂസ് സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളില് ഈ പറയുന്ന പ്രോഗ്രാം നെയിം ഉണ്ടോ എന്ന് നോക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഹെഡർ റെക്കോർഡിൽ ഒരു പ്രോഗ്രാം നെയിം കാണത്തില്ലേ? അപ്പം നമ്മൾ ആദ്യം ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം എ ആയിട്ട് അതാണ് നമ്മുടെ കൺട്രോൾ സെക്ഷന്റെ പേര്. അപ്പൊ അത് നമ്മൾ ഈ സ്റ്റാബ് എന്ന് പറയുന്ന ടേബിളിലോട്ട് നോക്കുന്നു, സെർച്ച് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറ്റത്തവണയല്ലേ ഒരു നെയിം കാണാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി അങ്ങനത്തെ ഒരെണ്ണം കണ്ടതാണെങ്കിൽ അത് എററാണ്. ഇനി അങ്ങനത്തെ ഒരു പേര് അതിൻ്റെ അകത്ത് കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന കൺട്രോൾ സെക്ഷന്റെ പേര് ടേബിളിലോട്ട് എൻ്റർ ചെയ്യുന്നു. കൺട്രോൾ സെക്ഷന്റെ പേര് ടേബിളിലോട്ട് എൻ്റർ ചെയ്യുന്നു. അതാണ് ഇവിടം വരെ ചെയ്തത്. ക്ലിയർ ആയോ? എന്റെ കൺട്രോൾ സെക്ഷൻ നെയിം ഇൻറ്റു ഈസ് ടാബ്. ഇനി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് ആയിരിക്കും. അതായത് സിമ്പിൾ ടേബിളിലോട്ട് പ്രോഗ്രാം നെയിം എന്നുള്ളത് കൺട്രോൾ സെക്ഷന്റെ അടിയിലേക്ക് കയറ്റുന്നു. അതിന്റെ വാല്യൂ ആയിട്ട് ആ ലോഡിങ് അഡ്രസ് തന്നെ അതിന്റെ കൺട്രോൾ സെക്ഷൻ അഡ്രസ് ആയിട്ട് മാറുന്നു. ഈ ലെങ്ത് എന്ന് പറയുന്നിടത്ത് നമ്മൾ 63 എന്നും ചേർക്കുന്നു. ക്ലിയർ ആയോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ഈ ഹെഡർ റെക്കോർഡ് കഴിഞ്ഞിട്ട് വരുന്ന റെക്കോർഡ് ഏതാ? ടെക്സ്റ്റ് അല്ലല്ലോ, നമ്മളിപ്പം ഡിഫൈൻ അല്ലേ. ഇനി നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഡിഫൈൻ റെക്കോർഡാണ്. അതാണ് നമ്മൾ ഹെഡർ റെക്കോർഡ് കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്നത് ഡിഫൈൻ റെക്കോർഡാണ്. ആ ഡിഫൈൻ റെക്കോർഡിനെ പ്രോസസ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. വൈൽ
റെക്കോർഡ് ടൈപ്പ് നോട്ട് ഈക്വൽ ടു ഇ, എൻ റെക്കോർഡ് ആവുന്നിടം വരെ നമ്മൾ അടുത്തത് റീഡ് ചെയ്യുന്നു. ഇപ്പൊ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് റെക്കോർഡ് ഡി ടൈപ്പ് ആണ് എങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ സിമ്പലും ആദ്യം എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ ഉണ്ടോ നോക്കും. ഓൾറെഡി ഉള്ളതാണെങ്കിൽ എറർ, ആ സിമ്പിൾ ടേബിൾ ഇല്ലെങ്കിൽ ഈ സിമ്പിൾ ടേബിൾ എൻ്റർ ചെയ്യുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മള് ഈ പറയുന്ന നമ്മള് റെക്കോർഡ് ടൈപ്പ് ഇത് എന്താണോ ഈ ബി എന്ന് പറയുന്നത്? അല്ല. ഇനി ഈ റെക്കോർഡ് ടൈപ്പ് ഡി ആന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ അകത്തെ സിമ്പിൾ ലിസ്റ്റ് സിമ്പിൾ ടേബിൾ ഉണ്ടോ നോക്കും. ഫസ്റ്റ് ടൈം ആവുമ്പോ അതിന്റെ അകത്ത് ഉണ്ടാവുമോ? ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആഡ് ചെയ്യണം. ഉള്ളതാണേ ഡ്യൂപ്ലിക്കേറ്റ് എറർന്ന് സെറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും, സിമ്പിൾ ടേബിളിലോട്ട് എൻ്റർ ചെയ്യും. ഇനി സിമ്പിൾ ടേബിൾ എൻ്റർ ചെയ്യുമ്പോ ഇവിടെ ഒരു അഡ്രസ് കണ്ടോ? അത് പ്ലസ് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് എത്രയായിരുന്നു? 4000 അല്ലേ? അതാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് അവർ ഈ അൽഗോരിതത്തിൽ പറയുന്നത്, എൻ്റർ സിമ്പിൾ ഇൻടു ദി ഈസ് ടാബ് വിത്ത് വാല്യൂ. എന്നാ വാല്യൂ എൻ്റർ ചെയ്യണ്ടേ? കൺട്രോൾ സെക്ഷന്റെ അഡ്രസ്. അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. എത്രയാ? 4000 പ്ലസ് ഇൻഡിക്കേറ്റഡ് അഡ്രസ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് റെക്കോർഡില് നമ്മള് ആ പറയുന്ന സിമ്പിളില് ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ പറയുന്നുണ്ടല്ലോ, ഇതാണ് ഇൻഡിക്കേറ്റഡ് അഡ്രസ്. ഇത് നമ്മൾ കൺട്രോൾ സെക്ഷൻ അഡ്രസ്സിലോട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ് ആ അൽഗോരിതത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്മൾ സിമ്പിൾ ടേബിളിൽ എൻ്റർ ചെയ്യുന്നത്. അത് എൻ റെക്കോർഡ് ആവുന്നിടം വരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഡിഫൈൻഡ് റെക്കോർഡ് മാത്രമാണ് പ്രോസസ് ചെയ്ത്. ഇതെല്ലാം പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അതിന് ഇറങ്ങുമ്പം, ഒരു മിനിറ്റ്, ലാസ്റ്റ് നമുക്ക് കൺട്രോൾ സെക്ഷൻ ലെങ്ത് ഉണ്ടല്ലോ, അത്രയാ 63 അല്ലേ? അത് ഈ ഇപ്പോഴത്തെ കൺട്രോൾ സെക്ഷൻ അഡ്രസ് എത്ര? 4000 അല്ലേ? അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 4063 അല്ലേ? അത് അടുത്ത കൺട്രോൾ സെക്ഷന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിട്ട് കൊടുക്കുക. അതായത് നമുക്ക് 4000 കിട്ടി, 63 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അടുത്ത കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് കിട്ടി. നെക്സ്റ്റ് കൺട്രോൾ സെക്ഷന് ഇത് അഡ്രസ് ആയിട്ട് അസൈൻ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ അഡ്രസ്സുകളെല്ലാം അസൈൻ ചെയ്ത് വിട്ടോളും. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഈ അഡ്രസ് വെച്ച് ഇതായിരിക്കും ഇപ്പോഴത്തെ കൺട്രോൾ സെക്ഷൻ അഡ്രസ്. ഇനി കൺട്രോൾ സെക്ഷൻ ലെങ്ത് എന്ന് പറയുന്നത് ഇതായിട്ട് അസൈൻ ചെയ്യും. പിന്നെ ഈ സിമ്പിൾ ടേബിൾ ഉണ്ടോ എന്ന് നോക്കും. ഇല്ലാന്ന് കണ്ടാൽ അത് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും. പിന്നെ അതിൻ്റെ അഡ്രസ് ആയിട്ട് ഈ വാല്യൂ കൊടുക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ റെക്കോർഡ് ടൈപ്സ് സെർച്ച് ചെയ്തിട്ട് ഈ പറയുന്ന സിമ്പിൾസ് കാണും. അപ്പം ഡിഫൈൻ റെക്കോർഡിൽ ഈ സിമ്പിൾ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്താണോ ആ ഇൻഡിക്കേറ്റഡ് അഡ്രസ്സിലോട്ട് 4063 ആഡ് ചെയ്യുന്നു. ലിസ്റ്റ് ബിയിൽ എത്രയാ വാല്യൂ നോക്കാം. ലിസ്റ്റ് ബിയിലെ വാല്യൂ എത്രയാ? ഇത് കണ്ടോ, 60 ആണ്. കണ്ടോ? 4063 അല്ലേ പ്രോഗ്രാം ബിയുടെ അഡ്രസ്? അപ്പൊ അത് ചെയ്യുമ്പം കാൽക്കുലേറ്റർ നോക്കാം. 4063 പ്ലസ് 60 കണ്ടോ? 40C3
അതല്ലേ ഇത്. അപ്പൊ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ. ഇങ്ങനെയാണ് പാസ് 1 അൽഗോരിതം പ്രോസസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പാസ് 2. അത്രേ ഉള്ളൂ പാസ് 1 അൽഗോരിതമേ. ചെറുതല്ലേ? കാരണം ഫസ്റ്റ് അഡ്രസ് ഒക്കെ ഡിഫൈൻ ചെയ്യാന്ന് പറയണം. പാസ് 1 അൽഗോരിതം പഠിച്ചു. ഇനി പാസ് 2. അതിനകത്ത് ആ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുന്നത് ഈ വരുമ്പോഴല്ലേ, അതെങ്ങനെയായിരുന്നു? അത് ഒരു ലൂപ്പ് എൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ നമ്മള് ഡിഫൈൻ റെക്കോർഡ് താഴെ അതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ തോന്നുന്നു. ഇതാണ് അതെന്ന് പറയുന്നത് നമ്മൾ ഓരോ എൻ ടൈപ്പ് റെക്കോർഡ് എന്ന് വെച്ചാൽ പ്രോഗ്രാമില് എന്റെ അറിയാൻ വേണ്ടി അഡ്രസ് കാണുമ്പോഴാണ് അത് ഈ ആണെന്ന് ചെക്ക് ഈ റെക്കോർഡ് എൻ റെക്കോർഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സെക്ഷൻ തീർന്നല്ലേ അർത്ഥം. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് പാസ് 2-ല് നമ്മൾ ആക്ച്വൽ ലോഡിങ്ങും റീലൊക്കേഷനും ലിങ്കിങ്ങും നടത്തുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കോർഡ്സ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ റെക്കോർഡ്. അത് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾ തപ്പാനാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ റെക്കോർഡും യൂസ് ചെയ്യുന്നുണ്ട്. എൻ റെക്കോർഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാൻ. ഫുൾ പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മെമ്മറി അഡ്രസ്സിലോട്ട് പോകണ്ടേ, അവിടുന്ന് മുതൽ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണം. അതിനു വേണ്ടിയാണ് എൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അൽഗോരിതം. ഇനി നമ്മൾ ഇവിടെ പ്രോസസ് ചെയ്യുന്നത് ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡും ആണ് പ്രോസസ് ചെയ്യുക. പാസ് 1-ൽ ഏതാ പ്രോസസ് ചെയ്യുന്നത്? ഡിഫൈൻ റെക്കോർഡ്. ഇവിടെ നമ്മൾ പ്രോസസ് ചെയ്യുന്നത് ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡും. ഈ പറഞ്ഞ രണ്ട് റെക്കോർഡ്സ് എങ്ങനെയാണ് അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതും കൂടി പറഞ്ഞങ്ങ് നിർത്തുക കേട്ടോ. അതും കൂടി പറഞ്ഞ് നിർത്തിയാല് ഈ മൊഡ്യൂള് പകുതിയാവും. അപ്പം ഇവിടെ നമ്മള് റീഡ് ചെയ്യാൻ സെറ്റ് കൺട്രോൾ സെക്ഷൻ അഡ്രസ് ടു പ്രോഗ്രാം അഡ്രസ്. കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് നമ്മൾ പ്രോഗ്രാം അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അത് തന്നെ നമ്മൾ എക്സിക്യൂഷൻ അഡ്രസ് ആയിട്ടും സെറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? രണ്ട് വേരിയബിൾസ് നമ്മൾ പ്രോഗ്രാം അഡ്രസ്സിന്റെ വാല്യൂ തന്നെ രണ്ട് വേരിയബിളിന് അസൈൻ ചെയ്യുന്നു, കൺട്രോൾ സെക്ഷൻ അഡ്രസ് ആയിട്ടും എക്സിക്യൂഷൻ അഡ്രസ് ആയിട്ടും. ഇനി നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യാൻ പോവാണ് എൻഡ് ആവുന്നിടം വരെ. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്ന ഹെഡർ റെക്കോർഡാണ്. ആ ഹെഡർ റെക്കോർഡിൽ നിന്ന് നമ്മൾ കൺട്രോൾ സെക്ഷൻ ലെങ്ത്, പ്രോഗ്രാമിന്റെ ലെങ്ത് എടുത്ത് കൺട്രോൾ സെക്ഷൻ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിന് അസൈൻ ചെയ്യുന്നു ഹെഡർ റെക്കോർഡിൽ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എൻ റെക്കോർഡ് ആവുന്നിടം വരെ ഓരോ റെക്കോർഡ്സും നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിൽ പ്രോസസ് ചെയ്യാൻ പോവാണ്. അപ്പം അടുത്ത ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ടൈപ്പ് ടെക്സ്റ്റ് റെക്കോർഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യും. റെക്കോർഡ് ടൈപ്പ് ടെക്സ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ അതില് ഒബ്ജക്ട് കോഡ് നോക്കുന്നു. അതിനെ നമ്മള് ഇവിടാണ് എന്ത് സംഭവിക്കുന്നത്? റീലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. റെക്കോർഡ് ടൈപ്പ് ടി ആണെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡിന്റെ അകത്ത് നമുക്ക് ഒബ്ജക്ട് കോഡുകളാണല്ലോ കിടക്കുന്നത്. ഒബ്ജക്ട് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ അതിനെ ഇന്റേണൽ റെപ്രസെന്റേഷനിലോട്ട് മാറ്റുക. അപ്പം ഈ പറയുന്ന ഒബ്ജക്ട് കോഡിനെ നമ്മൾ ലൊക്കേഷനിലോട്ട് മാറ്റുന്നു. റെക്കോർഡിന് ഏത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്. അതായത് നമ്മൾ 0 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ ഇപ്പൊ
കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് 4000 ആണെങ്കിൽ 4000 പ്ലസ് 0 മാറ്റുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? 0 വരുന്നത് മാത്രം ഒന്ന് അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്ന ഈ പറയുന്ന കോഡിലെല്ലാം 0 എന്നുള്ള അഡ്രസ്സിൽ നിന്ന് തുടങ്ങുകയല്ലേ. അപ്പം ഈ പറയുന്ന ലൈൻ ഞാൻ പ്രോസസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇതിനൊരു ഒബ്ജക്ട് കോഡ് കാണുമല്ലോ, ഇതല്ലേ ഒബ്ജക്ട് കോഡ്. അപ്പൊ ആ ഒബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ഞാൻ ഏത് അഡ്രസ്, ഇവിടെ ഇൻഡിക്കേറ്റഡ് അഡ്രസ് ഇതല്ലേ. അപ്പൊ ഞാൻ ഇത് ലോഡ് ചെയ്യുമ്പോ എവിടോട്ട് പോകണം? 4000 ലോഡ് ചെയ്യണമെങ്കിൽ 4000 പ്ലസ് 20 ഈ പറയുന്ന ഒബ്ജക്ട് കോഡ് പോവണ്ടേ? അതാണ് അവിടെ പറഞ്ഞത്. അതായത് 4000 എന്ന് പറയുന്നതാണ് അവിടെ 4000 എന്ന് പറയുന്നതാണ് കൺട്രോൾ സെക്ഷൻ അഡ്രസ്. സ്പെസിഫൈഡ് അഡ്രസ് ആണ് ആ വാല്യൂ 20 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 20 എന്ന് പറയുന്നതാണ് സ്പെസിഫൈഡ് അഡ്രസ്. അപ്പം റീലൊക്കേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ആയിരിക്കും, ആ ഒരു അഡ്രസ്സിലോട്ടായിരിക്കും ആ ഒബ്ജക്ട് കോഡ് ലൊക്കേറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി അപ്പം നമ്മൾ പ്രോസസ് ചെയ്യുന്ന റെക്കോർഡ്സ് ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡ്സ്. അപ്പൊ ടെക്സ്റ്റ് റെക്കോർഡ് എങ്ങനെയാ പ്രോസസ് ചെയ്യുന്നത് മനസ്സിലായി. അവിടെ റീലൊക്കേഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി റെക്കോർഡ് ടൈപ്പ് എം ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ടേബിൾ സെർച്ച് ചെയ്യും. ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ്സിൽ എന്താ പറയുന്നത്? ഏതെങ്കിലും സിമ്പിൾ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ അല്ലേ പറയുന്നേ? അപ്പം ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന സിമ്പിൾസ് സെർച്ച് ഈ സ്റ്റാബിൽ ഉണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്ലസ് ആണോ മൈനസ് ആണോ ആ സിമ്പിള് ചെയ്യേണ്ടത്, അത് ആഡ് ചെയ്യുക. ഏത് ലൊക്കേഷനിലോട്ട്? ഇപ്പം നമുക്കിവിടെ ഞാനിപ്പോൾ എടുത്തു തരാം. ഈ M00 ഈ 57 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യാനല്ലേ പറയുന്നേ? പക്ഷെ ഈ 57 എന്ന് പറയുന്നത് ലോഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന 57 തന്നെയാണോ വരിക? അതായത് ഈ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇതില് ഇവിടെ നമുക്ക് ഇത് ലോഡ് ചെയ്യുമ്പോ എവിടോട്ടാ വരുന്നത്? 4054 അല്ലേ? 4054 ഇത് ആഡ് ചെയ്യണ്ടേ? പ്ലസ് എന്ന് കൊടുക്കണ്ടേ? ആ 4054 4054 കിട്ടണമെങ്കിൽ കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് 4000 പ്ലസ് 54 ചെയ്യുമ്പോഴാണ് 4054. അതാണ് ഇവിടെ പറയുന്നത്. അവിടോട്ടാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ സിമ്പിൾ ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? നമ്മൾ ആ ലിസ്റ്റ് സി ആഡ് ചെയ്യണല്ലോ. ആ സിമ്പിൾ ആണ് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിന് കിട്ടുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നേ ആ മോഡിഫിക്കേഷൻ റെക്കോർഡില്. അപ്പം ഈ പറയുന്ന സിമ്പിൾ ആഡ് ചെയ്യേണ്ട അഡ്രസ് ആക്ച്വലി നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പം ആ അഡ്രസ് പ്ലസ് ലോഡിങ് അഡ്രസ് അല്ലേ കറക്റ്റ് പൊസിഷൻ? അതാണ് ഇവിടെ പറഞ്ഞ കൺട്രോൾ സെക്ഷൻ അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്സിലോട്ട് വേണം ആ സിമ്പിൾ ആഡ് ചെയ്യാൻ. ക്ലിയർ ആയോ? 4057 എന്ന് പറയുന്ന പൊസിഷനിലാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ച് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇത് ലോഡ് ചെയ്ത് വരുമ്പോൾ ശരിക്കും 57 കിടക്കുക? 4057 കിടക്കുക. അതാണ് ഈ ആഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ 4000 എന്നുള്ളത് കൺട്രോൾ സെക്ഷൻ അഡ്രസ്, സ്പെസിഫൈഡ് അഡ്രസ് എന്ന് പറയുന്നത് 57. അതിലോട്ട് ഇപ്പം ആ മോഡിഫിക്കേഷൻ റെക്കോർഡിലോട്ട് പ്ലസ് ലിസ്റ്റ് സി ആണോ മൈനസ് ലിസ്റ്റ് സി ആണോ ചെയ്യേണ്ടത്? അതനുസരിച്ച് ഇവിടെ പ്ലസ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ പ്ലസ് ആ സിമ്പിൾ ടേബിൾ ആ സിമ്പിള്
ഇ സ്റ്റാർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത് അതിന്റെ വാല്യൂ എടുത്ത് ആഡ് ചെയ്യും. ഞാൻ നേരത്തെ ഈ 4112 എന്ന് പറയുന്ന ഈ പറയുന്ന ഉണ്ടല്ലോ കേട്ടോ, അത്രേ ഉള്ളൂ. അതിവിടെ അൽഗോരിതം പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം റെക്കോർഡ് ടൈപ്പ് ടി ടൈപ്പും ഇനി ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടില്ലെങ്കിൽ എറർ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പം ഇത് എപ്പോ വരെ പോകണം? എൻഡ് റെക്കോർഡ് ആവുന്നിടം വരെ ഇതുപോലെ പ്രോസസ് ചെയ്യുക. ഇനി എൻഡ് റെക്കോർഡ് എത്തിച്ചേർന്നാൽ എൻഡ് റെക്കോർഡ് കഴിഞ്ഞ് നമ്മൾ എന്നാ പറയുന്ന ഒരു അഡ്രസ് പറയല്ലേ? എൻഡ് റെക്കോർഡിന്റെ അകത്ത് നമ്മൾ എപ്പോഴും എന്താ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ് അല്ലേ പറയാ? ഈ കഴിഞ്ഞ അപ്പം ഈ കഴിഞ്ഞ ഒരു അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ if an address is specified in the end record, അങ്ങനാണെങ്കിൽ എക്സിക്യൂഷൻ അഡ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൺട്രോൾ സെക്ഷൻ അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ് ആയിരിക്കും കേട്ടോ. അതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫൈഡ് അഡ്രസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ 00 അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ എൻഡ് എന്ന് പറഞ്ഞ ഇവിടെ ഇ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇ എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറലി 00 എന്നല്ലേ വരത്തുള്ളൂ. അപ്പൊ കൺട്രോൾ സെക്ഷൻ അഡ്രസ് അതിലോട്ട് ആഡ് ചെയ്താലല്ലേ ആ പൊസിഷൻ കിട്ടുള്ളൂ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ. ഇപ്പം പ്രോഗ്രാം എ ആകുമ്പം കൺട്രോൾ സെക്ഷൻ അഡ്രസ് 4000. അപ്പൊ 4000ലോട്ടല്ലേ ജമ്പ് ചെയ്യണ്ട എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ. അത്രേ ഉള്ളത്. അതിലോട്ട് കൺട്രോൾ സെക്ഷൻ ലെങ്ത് ആഡ് ചെയ്യുമ്പോ അടുത്ത കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് കിട്ടും. നമ്മള് ഒറ്റ കൺട്രോൾ സെക്ഷൻ അല്ലല്ലോ, ഓരോ കൺട്രോൾ സെക്ഷൻസും പ്രോസസ് ചെയ്യണം. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇനി ജംപ് ടു ദി ലൊക്കേഷൻ ഗിവൺ ബൈ എക്സിക്യൂഷൻ അഡ്രസ്. എക്സിക്യൂഷൻ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാം പ്രോസസ് ചെയ്ത് കഴിയുമ്പം എല്ലാ പ്രോഗ്രാമും ലോഡായി കഴിഞ്ഞെന്നർത്ഥം. ഇനി എക്സിക്യൂട്ട് അഡ്രസ്സിലെ വാല്യൂ നോക്കിയിട്ട് അവിടുന്ന് മുതൽ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ അൽഗോരിതം. അത്രയ്ക്ക് ഇത് മതി. ആദ്യം തൊട്ട് വേണം. അതാണ് പറഞ്ഞത്. ആ എക്സിക്യൂഷൻ അഡ്രസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഈ ലൈനിൽ. ലാസ്റ്റ് എല്ലാ കൺട്രോൾ സെക്ഷൻസും പ്രോസസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പിന്നെ പ്രോഗ്രാമേ മുതല് തുടങ്ങണം. അപ്പൊ അത് എക്സിക്യൂട്ട് അഡ്രസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് തൊട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. പോരെ? ഇത്ര ഉള്ളില്ല കേട്ടോ. ബാക്കി പിന്നെ അടുത്ത ഞാൻ ഇതിന്റെ നോട്ട് ഇട്ടേക്കാം. ഞാൻ ഒരെണ്ണം തേർഡ് മോഡ്യൂൾ ഞാൻ പുറകെ തരാവേ. ഫോർത്ത് മോഡ്യൂൾ ഇപ്പൊ തന്നേക്കാം. തേർഡ് മോഡ്യൂളിന്റെ നോട്ട് ഇതാട്ടോ. ഇത് പഠിച്ചാൽ മതി. ഇവിടെ എവിടെയോ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇട്ടേക്കാം. ഇപ്പൊ ശരി, എന്നാ ക്ലാസ് നിർത്തുകയാണേ. താങ്ക് യു.